സുമി, ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? നല്ല പതിവില്ലാത്ത ശീലങ്ങളെല്ലാം കണ്ടുകൊണ്ട് നോക്കിയതാ. ഇതൊക്കെ പതിവുള്ളതായിരുന്നു, ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നതാ. ഇനിയിപ്പോ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. പ്രതീക്ഷയെ പറ്റി ഗിരിയോട് ചോദിക്കാൻ ഇത് തന്നെയാ പറ്റിയ സമയം. ഗിരി, എനിക്ക് ഗിരിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിനക്കും എന്റെ കൂടെ മോർണിംഗ് വാക്കിന് വരണമെന്നാണോ? എന്തായാലും ഇന്ന് നേരം വൈകി, നാളെ മുതലാകാം. അതല്ല. പിന്നെ? അല്ല, അത് പിന്നെ ഞാൻ ചോദിക്കുന്ന... അതെ, നേരം വൈകുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ നടന്നിട്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇന്നെന്തായാലും നമ്മൾ പുറത്തു പോകാന്ന് പറഞ്ഞ ദിവസമല്ലേ. ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാം, എന്നിട്ട് നമുക്ക് സമാധാനമായിട്ടിരുന്ന് സംസാരിക്കാം. അപ്പൊ ശരി, ഞാൻ പോട്ടെ. നന്നായി. പ്രതീക്ഷയുടെ കാര്യം അന്വേഷിച്ച് ബോധ്യപ്പെട്ട് സത്യമാണെങ്കിൽ മാത്രം ഗിരിയുടെ അടുത്ത് ചോദിച്ചാൽ മതി. അതാ ഇനി ശരി. ഇന്ന് എന്ത് പറ്റി? രാവിലെ ക്ലാസ്സിലായിരുന്നല്ലോ. രാവിലെ എന്തോ സുഖം തോന്നിയില്ല. സുമി, അല്ല മാഡം, ഡിസ്റ്റർബ് ആയത് ഞാൻ കാരണമാണെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി. അങ്ങനൊന്നുമില്ല. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ ഇന്ന് തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കായിരുന്നു. പ്രതീക്ഷ ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഹോട്ടൽ റോയൽ പാലസിൽ ഉണ്ടാവുമെന്ന് അറിഞ്ഞു. അല്ല, അന്നത്തെ അറസ്റ്റിനെ പറ്റി വേറെ നിർണായകമായ തെളിവുകൾ അവളുടെ കയ്യിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. നേരിട്ടൊന്ന് കാണുവാണെങ്കിൽ ഇതാണ് അതിന് പറ്റിയ അവസരം. അതാണ് ഞാൻ ചോദിച്ചത്. ഉച്ചയ്ക്ക് ശേഷം ഫ്രീ ആണെങ്കിൽ... ഇന്ന് ഞാൻ ഫ്രീ അല്ല. വൈകിട്ട് എനിക്ക് ഗിരിയുടെ കൂടെ പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, അതായിക്കോട്ടെ. ഇത് വളരെ അടുത്തല്ലേ. നമുക്കൊരു 3 മണിക്ക് പോയാൽ 4 മണിക്ക് തിരിച്ചെത്താം. മുന്നിലെത്തി ഈ അവസരം വിട്ടുകളഞ്ഞ അത് വലിയ മണ്ടത്തരാവും. ഇത്ര നാളാന്നും വെച്ചാൽ ഒരു കനലിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ഒരു പ്രാവശ്യം അവരെ നേരിട്ടെന്ന് കണ്ടാൽ അതോടെ കാര്യങ്ങൾ വ്യക്തമാവുമല്ലോ. നമ്മൾ സംശയിക്കുന്ന പോലത്തെ കണക്ഷൻ ഒന്നും ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ സമാധാനമല്ലോ. ശരി, 3 മണിക്ക് ഇറങ്ങാം. ശരി. ഗുഡ് മോർണിംഗ് മാം. കിരൺ, ഇതുവരെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു.
അങ്ങനെ പറയാൻ പറ്റടാ. ഇനി നായകന്റെ ഒരു മാസ് എൻട്രി കൂടി ബാക്കിയുണ്ടല്ലോ. നീ പറഞ്ഞ പരിപാടി ടിക്കറ്റ് കിട്ടിയല്ലേ? ബുക്കിംഗ് ക്ലോസ് ചെയ്തായിരുന്നു, പിന്നെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചതാ. ഗസൽ സന്ധ്യ സംഘാടകരിൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഈസിയായി. എന്തായാലും താങ്ക്സ് ഡാ. പരിപാടി 6 മണിക്കാണോ? എടാ ഇപ്പൊ തന്നെ 5 മണിയായല്ലോ. അങ്ങനെയാണെങ്കിലേ ഇനി ലേറ്റ് ആക്കണ്ട, നീ സുമയും വിളിച്ചിറങ്ങിക്കോ. സുമി, ഇവളിത് ഇവിടെ പോയി? സുമി, വരുന്നുണ്ട്. സുമിയെ കണ്ടോ? സുമിത മോളും കിരണും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. പുറത്തെവിടെ പോവാൻ? അവർ രണ്ടുപേരും കൂടി ഹോട്ടൽ റോയൽ പാലസിൽ പോയെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. കിരണിന് ജോലി കിട്ടിയതിന്റെ പാർട്ടി ആയിരിക്കും. വാലിന് തീ പിടിച്ചു തുടങ്ങി, ഇനി അതും കൊണ്ട് ഓടിക്കോളും. കിരൺ, പ്രതീക്ഷ 3 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ടിപ്പം മണി 5 ആയല്ലോ. ഉറപ്പായിട്ടും വരും. ഇനിയും വൈകിയ പ്രശ്നമാണ്. ഗിരി എന്നെ അന്വേഷിക്കും. ഇന്ന് ഗിരിയോടൊപ്പം പുറത്തു പോവാന്ന് പറഞ്ഞ ദിവസാ. എനിക്ക് പോണം. ഒരു 5 മിനിറ്റോടെ വെയിറ്റ് ചെയ്യ്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ശങ്കർ എടുക്കുന്നില്ലല്ലോ. എന്തായി കിരൺ? വിളിച്ചു, എടുത്തില്ല. ഓൺ ദ വേ ആയിരിക്കും. എന്തായാലും ഇപ്പൊ തന്നെ എത്തും. ഈശ്വര, ഗിരി എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഫോൺ എടുക്കും സുമി. ഹലോ ഗിരി. സുമി എവിടെയാണ്? ഓഫീസിൽ കണ്ടില്ലല്ലോ. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. സുമി എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇപ്പൊ തന്നെ തിരിച്ചു വരും. ശരി, പോവാ. എങ്ങോട്ട്? ഹോട്ടൽ റോയൽ പാലസിലോട്ട്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നീ ഒന്നും പറയണ്ട, വണ്ടി കയറ്. അവിടെ ചെല്ലുമ്പോ മനസ്സിന് സങ്കടം തോന്നുന്ന കാഴ്ച വല്ലതും കാണേണ്ടി വന്നാൽ പിന്നെ ഒരു പ്രഹസനത്തിന് ഞാൻ ഉണ്ടാവില്ല. മനസ്സിലായോ? പുറത്തിറങ്ങ്. ഇതിങ്ങനെയൊക്കെ ആവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അത് പിന്നെ സുമി, കിരൺ ഒരു എക്സ്ക്യൂസും പറയണ്ട. ഒരാൾക്ക് വേണ്ടി നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്? ഞാൻ പോവാ. മാഡം, ആവശ്യം നമ്മുടെ. ഒരു 10 മിനിറ്റ് കൂടെ ഞാൻ നോക്കും. അത് കഴിഞ്ഞാൽ ഞാൻ പോവും. എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് സുമിക്ക് പറ്റിയൊരു അബദ്ധമാവാനാണ് വഴി. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഈശ്വര. നാളെ വൈകിട്ട് ഹോട്ടൽ റോയൽ പാലസിൽ വാ. ഞാനും സുമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവ് കാണാം. ചേട്ടാ, ഇനി ഒരുപാട് ദൂരം ഉണ്ടോ? ഇല്ല,
നമുക്ക് ഷോർട്ട് കട്ട് എടുത്ത് പോവാം. ഈശ്വര ഗിരി, ആകെ കുഴപ്പമായല്ലോ. ഞാൻ പോവാ. സുമി, പോലെ പ്രതീക്ഷ ഇപ്പൊ വരും. ഗിരി, ഞാൻ പറയുന്നത് കേക്ക്. ഗിരി, വണ്ടി എടുത്ത്. കേക്ക് ഗിരി, ഗിരി. ശരി, എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ തന്നെ വിളിച്ചറിയിക്കണം, മറക്കരുത്. എന്തായേക്കു? വിളിക്കാവുന്നിടത്തൊക്കെ ഞാൻ വിളിച്ചു നോക്കി, അവിടെ ഒന്നും അവ എത്തിയിട്ടില്ല. എന്തെങ്കിലും വിവരം കിട്ടി അവരെന്നെ വിളിച്ചു പറയാതിരിക്കില്ല. ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ അടുത്ത്? നീ എന്താടി പറയുന്നത്? അവന് ഞാനല്ലാതെ വേറെ ഏതാ ഫ്രണ്ട്? നീ ഇങ്ങനെ വിഷമിക്കാതെ. ഗിരിയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ. ഏതെങ്കിലും ചെറിയ കാര്യം മതി പിണങ്ങാൻ. അവൻ അധിക ദൂരമൊന്നും പോയി കാണില്ല. പിണക്കം മാറുമ്പോ അവൻ പതിയെ വീട്ടിലേക്ക് വന്നോളൂ സുമി. വെറുതെ ഇങ്ങനെ വിഷമിക്കാതെ വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്, ഞങ്ങൾ കൊണ്ടുവിടാം. ഇല്ല, ഗിരിയില്ലാതെ വീട്ടിൽ ചെന്നാ ഞാൻ അച്ഛമ്മയുടെ അടുത്ത് എന്താ പറയാ? നടന്ന കാര്യങ്ങളൊന്നും അച്ഛമ്മയുടെ അടുത്ത് പറയാൻ പറ്റില്ല. അച്ഛമ്മയ്ക്കാണ് ഗിരി എന്ന് വെച്ച ജീവനാ. ഞാൻ കാരണം ഗിരി സങ്കടപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയിന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല ആകാശേ. സുമി, നീ ഇങ്ങനെ വിഷമിക്കാതെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം. അക്കു, നീ ഒന്ന് ഓഫീസ് വരെ പോയി നോക്ക്. ഇനി ചിലപ്പോ അവിടെ എങ്ങാനും വന്നിരിക്കുന്നുണ്ടോന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരി, ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കാം. ശരി. സുമി, ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷത്തിൽ ഹാടി. നേരെ ഇത്തവണത്തെ നമ്മുടെ പ്ലാൻ സൂപ്പർ സക്സസാ. ചിയേഴ്സ് അങ്ങളെ. ചിയേഴ്സ്. കുറെ നാളായി നിലമറന്ന് കളിക്കായിരുന്നു അവള്. അതിന് കിട്ടിയ പണിയേത്. അനുഭവിക്കട്ടെ. പക്ഷേ അതൊന്നും നേരിട്ട് കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ലല്ലോ. അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്കും കിട്ടിയില്ലല്ലോ ചേച്ചി. വാലിന് തീ പിടിച്ച പോലല്ലേ ഗിരി ഒരു പോക്ക് പോയത്. നേരെ ഏട്ടന്റെ കാറിന് പിന്നാലെ ഞങ്ങൾ കത്തിച്ചു വിട്ടിട്ടും ഒപ്പം പോലെ എത്താൻ പറ്റിയിട്ടില്ല. എന്തായാലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചിടത്തൊന്നും അത് കടന്നു പോയാൽ എന്തു ചെയ്യും? ഗിരി വല്ല കടുങ്ങുകയും ചെയ്യുമെന്നായി എന്റെ പേടി. അയ്യോ, അങ്ങനെങ്ങാനും സംഭവിച്ച ഈ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ തന്നെ നോക്കി നടത്തേണ്ടി വരുമല്ലോ എന്റെ ഈശ്വരാ. എന്താ
അല്ല, നമ്മൾ മൂന്നുപേരും കൂടെ. കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അനുകൂലമായിട്ടാ തിരിഞ്ഞിട്ടുള്ളത്. കാദംബരി അമ്മ ഇതൊക്കെ അറിയുമ്പോഴാ അടുത്ത തമാശ നടക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോ, പ്രിയപ്പെട്ട മരുമോളെ അവര് തന്നെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിട്ടോളും. അങ്ങനെയും കൂടെ സംഭവിച്ച പിന്നെ എന്തു വേണം? ഈശ്വര, നേരെ ഇത്രയായിട്ടും തക്കടും സുമി എന്താ വരാത്തെ? അവരിങ്ങനെ വൈകുന്നല്ലോ. ദാമോദര, ഒന്നിങ്ങ വന്നേ. എന്താ മുത്തശ്ശി? അതെ, നീ എന്റെ ഫോൺ എടുത്ത് തക്കടൂനെ ഒന്ന് വിളിച്ചേ. ചെല്ല്. വിളിച്ചിട്ട് കിട്ടുന്നില്ല മുത്തശ്ശി. സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നേ. ഈശ്വര, ഇവനെന്താ പറ്റിയേ? ഓഫീസിൽ വല്ല മീറ്റിംഗും ആയിരിക്കും. അങ്ങനെ ഉള്ളപ്പോഴേ ഗിരിസാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാറുള്ളൂ. ഈ രാത്രിയിൽ എന്തോന്ന് മീറ്റിംഗ്? നീ സുമിത ഒന്ന് വിളിച്ചേ. ആ, ബെല്ലടിക്കുന്നുണ്ട്. കണ്ട അച്ഛമ്മ സംസാരിക്കും. സ്നേഹ, ഞാൻ അച്ഛമ്മയുടെ അടുത്ത് എന്താ പറയാ? എടുക്കാതിരുന്ന അത് അതിനേക്കാൾ കുഴപ്പമാവില്ലേ? അച്ഛമ്മ വല്ലാതെ വിഷമിക്കില്ലേ? ഹലോ അച്ഛമ്മേ. മോളെ, നിങ്ങളിത് എവിടെയാ? വൈകുന്നേരത്തെ പരിപാടി ഇതുവരെ കഴിഞ്ഞില്ലേ? അത് പിന്നെ അച്ഛമ്മ, വേറെ 1-2 സ്ഥലത്തൂടെ പോകാനുണ്ടായിരുന്നു, അതാ ലേറ്റ് ആയത്. തക്കുടു എവിടെ? അവന്റെ ഫോണിൽ വിളിച്ചിട്ട് എന്താ കിട്ടാത്തെ? അത് പിന്നെ അച്ഛമ്മ, ഗിരി. എന്തു പറ്റി മോളെ? നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല അച്ഛമ്മ. അല്ല, രണ്ടാളും കൂടി വഴക്കിട്ടോ? നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായിന്ന് അറിയോ? ശരി അച്ഛമ്മ. എന്റെ സുമി, നീ ഇങ്ങനെ സങ്കടപ്പെടാതെ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം സ്നേഹ? നടന്നറിഞ്ഞ അച്ഛമ്മ എന്നെ എന്നേക്കുമായിട്ട് വെറുക്കും. നോക്കിക്കോ, അച്ഛമ്മയും ഗിരിയൊക്കെ എന്നെ മനസ്സിൽ നിന്ന് പുറത്താക്കും. അങ്ങനെ അച്ഛമ്മയോട് പറയാതിരിക്കുന്നത് ശരിയാണോ സുമി? ഒന്നുമില്ലെങ്കിലും പ്രായമായിട്ടിരിക്കുന്ന ഒരാളല്ലേ. നമുക്ക് അച്ഛമ്മയോട് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അതല്ലേ നല്ലത്? സ്നേഹ, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. പക്ഷെ എന്റെ ഗിരി ഒരു അപകടം കൂടാതെ തിരിച്ചു വന്നാൽ മതി. എന്റെ സുമി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല. ഗിരി തിരിച്ചു വരും, എനിക്കുറപ്പാ. ഗിരി, ആ ഫോണെങ്കിലും ഒന്ന് ഓൺ ചെയ്യ് ഗിരി. ഞങ്ങളിട്ട് തീ തീറ്റിക്കാതെ. സാറെന്താ രാത്രിയില്? അത്യാവശ്യം ഒരു ഫയൽ എടുക്കാൻ വന്നതാ. ഓ, രാത്രി എപ്പോഴെങ്കിലും ഗിരി ഇവിടെ വന്നായിരുന്നു? ഇല്ല. സാറും ഗിരിസാറും കൂടി വൈകിട്ട് ഒന്നിച്ചല്ലേ ഇവിടുന്ന് പോയത്. അതിനുശേഷം ഗിരിസാർ ഇങ്ങോട്ട് വന്നിട്ടില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ വെച്ചാ. ഓക്കെ, ശരി സാർ.